ഹലോ വെൽക്കം ടു ഡേ 67 ഓഫ് 75 ഡേയ്സ് ഓഫ് ഹാർഡ് ചാലഞ്ച്. ഇത് രാവിലെ എണിച്ചപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. തണുപ്പൊന്ന് കുറഞ്ഞു എന്ന് ഫീൽ ചെയ്തു, പക്ഷേ ഇന്ന് ഭയങ്കര തണുപ്പും ഇരുട്ടുമായിരുന്നു. രാവിലെ ഞാൻ കുമ്പളങ്ങി ജ്യൂസാണ് കുടിച്ചത്. അതിനുശേഷം ഞാൻ വാക്കിങ്ങിന് പോയിട്ടോ. എനിക്ക് എന്തോ ഇന്ന് വർക്കൗട്ടിന് കയറാൻ മൂഡ് ഉണ്ടായിരുന്നില്ല, പക്ഷേ നമ്മൾ കയറും. അപ്പോൾ രാവിലെ അങ്ങോട്ട് വാക്കിംഗ് അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും സാമ്പാറുമാണ് കഴിച്ചത്. പിന്നെ തക്കാളി ചട്നിയാണ് സൈഡിലിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ യൂഷ്വൽ 2 മുട്ടയും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചതിന് ശേഷം എന്നിട്ടാണ് ഞാനൊരു ഗ്ലാസ് ചായയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചായയിലാണ് എൻ്റെ ശക്തി ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കറിയില്ല, എനിക്ക് ചായ കുടിച്ചില്ലെങ്കിൽ സുഖം കിട്ടാറില്ല. അതിനുശേഷം ഞാൻ നേരത്തെ തന്നെ ഇന്ന് രാവിലെ തന്നെ സ്റ്റുഡിയോയിലേക്ക് പോയിട്ടോ. ഇന്ന് മൊത്തം എൻ്റെ റുട്ടീനിൽ കുറച്ച് ഡിഫറൻസ് ആണ്. എനിക്ക് അധികം ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി ഷൂട്ട് ചെയ്തു. ആദ്യം പോയിട്ട് സ്റ്റുഡിയോ ക്ലീൻ ചെയ്തു. നല്ലോണം മീൻസ് പൊടിയായിട്ടും ചവറായിട്ടും കിടപ്പുണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്ലാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിക്കേണ്ടി ഇതായിരുന്നു നമ്മുടെ എയർ ഫ്രൈഡ് മീനും മാമ്പഴ പുളിശ്ശേരിയും കോണുമായിരുന്നു നമുക്ക് ലഞ്ച്. അതിൻ്റെ കൂടെ ഞാനൊരു പൈനാപ്പിളും കൂടി കഴിക്കുന്നുണ്ടോ. ആ ടൈമിൽ എനിക്ക് വളരെ ഒരു ബാഡ് ന്യൂസ് വന്നിട്ട് എനിക്ക് എമർജൻസി ആയിട്ട് കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു. സോ നമ്മളുടെ വർക്കൗട്ട് പെൻഡിങ് ആയതുകൊണ്ട് എനിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ട്രെയിനറായിട്ടുള്ള ഡോണിനെ റീച്ച് ഔട്ട് ചെയ്തു. അപ്പോൾ പുള്ളി എനിക്ക് വർക്കൗട്ട് ഫുൾ പറഞ്ഞു തന്നു. ബിക്കോസ് നമുക്ക് ഇനി 6 മണിക്കാണ് ടൈം സ്ലോട്ട് ഉള്ളത്, ലൈക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സ്ലോട്ട് ഉള്ളത്. പക്ഷേ എനിക്ക് 7:20 ട്രെയിൻ. പിന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് ഞാൻ 4 o'clock ട്രെയിനിങ്ങിന് കയറാമെന്നായി. അപ്പോൾ എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നു. ഇന്ന് എന്തൊക്കെ വർക്കൗട്ടാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഓൺലൈനിൽ കയറുമ്പോഴത്തേക്ക് നമുക്കിതെല്ലാം പറഞ്ഞു തരുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ കയറാത്തത് കൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഞാൻ ചെയ്യുന്നതിൻ്റെ ഡെമോ വീഡിയോ അയച്ചു കൊടുത്തത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടോ. ഈ ഒരു വീഡിയോയിൽ എനിക്ക് എൻ്റെ ട്രെയിനർ ഡോണിന് സ്പെഷ്യൽ താങ്ക്സ് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഫുൾ പറഞ്ഞു തന്നതിന് ശേഷം ഞാൻ തന്നെ 1 hour വർക്കൗട്ട് ചെയ്തിട്ടോ. വർക്കൗട്ട് ചെയ്ത് വന്നതിന് ശേഷം ഞാൻ സ്ട്രെച്ച് ചെയ്തു. അതിനുശേഷം ഞാൻ പ്രോട്ടീൻ ഷേക്ക് കുടിച്ചു. ബിക്കോസ് എനിക്ക് എമർജൻസി ആയിട്ട് പോകണതുകൊണ്ട് പിന്നെ എനിക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ ഓടി വന്നു, കുളിച്ചു, പാക്ക് ചെയ്യാനുണ്ടായിരുന്നു, പാക്ക് ചെയ്തു. അങ്ങനെ എന്നെ കിരണാണ് കൊണ്ടുവന്നാക്കിയത്. അങ്ങനെ ഞങ്ങൾ 6:30 ആയപ്പോഴത്തേക്കും ഇറങ്ങി. അപ്പോൾ എന്നെ സ്കൂട്ടറിനാണ് കൊണ്ടാക്കിയത്. ബിക്കോസ് ഓൾറെഡി ലേറ്റ് ആയിരുന്നു. സോ നമുക്ക് 7:20 മുന്നേ അവിടെ എത്തണം. പിന്നെ ഒരു 4 minutes മുന്നേ നമ്മൾ സ്റ്റേഷനിലെത്തി. ഞാൻ ട്രെയിനിൽ കയറി. ഞാൻ വീറ്റ് ബ്രെഡ് ആൻഡ് ചിക്കൻ സാൻഡ്വിച്ചാണ് ഞാൻ ഡിന്നറായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ചിട്ട് ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങിയിട്ട്. It was such a sad day, but somehow we pushed it and completed day 67. So this is my progress video.